CPM-ന്റെ ഉറച്ച കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി ആര് ഭരണം നേടും എന്നുള്ളത് വരെ സംശയത്തിലെത്തി നിൽക്കുകയാണ്. കാരണം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും കണ്ണഞ്ചിപ്പിക്കുന്ന നീക്കം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് ഇത്രയും കാലം ഉള്ളതിൽ നിന്നും വ്യത്യസ്തമാണ്. കോൺഗ്രസിനകത്ത് ഇത്രയും കാലം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ചടങ്ങ് എന്നതുപോലെ സ്ഥാനാർത്ഥികളെ എവിടെ നിന്നൊക്കെ പ്രഖ്യാപിക്കുകയും അവർക്ക് തന്നെ കുറേ വിമതന്മാരായി മറ്റു നേതാക്കൾ വരികയും ഒക്കെ ചെയ്യുന്ന ഒരിടത്താണ് AICCയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് ഏറ്റവും അധികം സ്വാധീനവും ജനസമ്മതിയുമുള്ള കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആകെ കോൺഗ്രസ് അവിടെ മത്സരിക്കാറുള്ള 84 സീറ്റുകളിൽ 48 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വലിയ ചരിത്ര നേട്ടം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രമല്ല, തിരുവനന്തപുരം നഗരം എക്കാലത്തും നെഞ്ചോട് ചേർത്ത് വെച്ച നേതാവ് G. കാർത്തികേയൻ. ആ കാർത്തികേയൻ്റെ മകൻ ശബരിനാഥനാണ് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി. ഒരു അസാരസ്യങ്ങളും അതിലേക്ക് വന്നിട്ടുമില്ല. തങ്ങളാണ് കേമന്മാർ എന്ന് മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളും തീരുമാനിക്കുകയും അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി തമ്മിലടിക്കുകയും വീതം വെക്കുകയും ഒക്കെ ചെയ്യാറുള്ള കോൺഗ്രസ് ഇത്തവണ ഒറ്റ പേരിൽ എത്തി നിൽക്കുകയാണ്. അതോടെ ചിത്രമാകെ മാറി തിരുവനന്തപുരത്ത്. CPM കട്ടുമുടിച്ച ഒരു കോർപ്പറേഷൻ, ഒപ്പം തന്നെ അഹങ്കാരത്തിൻ്റെ ആൾരൂപമായ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ, അതിനെല്ലാം അപ്പുറത്ത് പിണറായി വിജയൻ എന്ന ലോകം കണ്ട ഏറ്റവും കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം കൂടിയാകുമ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് തലസ്ഥാന നഗരം എത്തിച്ചേരുകയാണ്. അതിനായി ജനങ്ങളെ സജ്ജമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യനാണ് KS ശബരിനാഥൻ എന്ന് ആ നഗരവും നാടും തീരുമാനിക്കുകയാണ്. തിരുവനന്തപുരത്ത് മറ്റൊരാൾക്കും കിട്ടാത്ത ഒരു പ്രത്യേകതയാണ് ഈ മേയർ എന്ന പദവിക്ക് ശബരിനാഥൻ ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് നേതൃത്വം അടുത്ത കാലത്തെടുത്ത ഏറ്റവും ശക്തമായ തീരുമാനമാണ് അത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. തിരുവനന്തപുരത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ജനങ്ങൾ കൂടെ നിൽക്കാതിരിക്കുന്നത് കണ്ടുമടുത്ത വാർദ്ധക്യമുഖങ്ങളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് അധികാരം വേണമെന്ന് മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് നേതാക്കൾ. അതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിനകത്ത്. എന്തിനും ഏതിനും പാർട്ടിയെ ചിറകിനുള്ളിൽ വെച്ച് നശിപ്പിക്കുന്ന നേതാക്കൾക്ക് പകരം വികസനത്തിൻ്റെ കാഴ്ചപ്പാടുള്ള യുവമുഖങ്ങൾ വരുന്നതോടുകൂടി കോൺഗ്രസിനെ വീണ്ടും നെഞ്ചോട് ചേർക്കുകയാണ് അനന്തപുരിയിലെ ജനങ്ങൾ. പണ്ടെല്ലാം നമുക്കറിയാം, നഗരത്തിലെ എല്ലാ MLA-മാരും കോൺഗ്രസ്സുകാരും UDF-കാരുമായിരുന്നു. അവർ തന്നെ അതൊരു സാമ്രാജ്യമാക്കി വെച്ചപ്പോഴാണ് ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞത്. ഇതിപ്പോൾ ശബരിനാഥൻ്റെ പേര് ഒറ്റ പേരായി കേട്ടതോടെ ജനങ്ങൾ വീണ്ടും UDF-നെ പ്രതീക്ഷയോടെ കാണുകയാണ്. അതാണ് ഇന്നലെ മുതൽ തലയിൽ കല്ലിളകിയതുപോലെ CPM നേതൃത്വം ആളുകളെ തേടി നെട്ടോട്ടം തുടങ്ങിയത്. ആര്യ രാജേന്ദ്രൻ കുളമാക്കി വെച്ച മേയർ എന്ന പദവി ഇനി ആർക്ക് നൽകി വിജയിപ്പിക്കുമെന്നുള്ള തീവ്രമായ അന്വേഷണത്തിലാണ് CPM. ആര്യ രാജേന്ദ്രന് സീറ്റ് നിഷേധിക്കും എന്നുള്ളത് ഉറപ്പിക്കുന്നത് തന്നെ CPM അവരെ വെച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ ഒരു ഇരുട്ടടി ശബരിനാഥനെ കൊണ്ട് ഉണ്ടാകുമെന്ന് ഒരിക്കലും CPM പ്രതീക്ഷിച്ചിരുന്നുമില്ല. CPM-ഉം BJP-യും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊരുങ്ങിയിരുന്ന അനന്തപുരിയിൽ അതിശക്തമായ ത്രികോണ മത്സരം ഉറപ്പായതോടെ എന്തും സംഭവിക്കാമെന്ന നിലയിലായിരിക്കുന്നു. അങ്ങനെ ശബരിനാഥ് എന്ന യുവനേതാവിൻ്റെ സാന്നിധ്യം പ്രവചനാതീതമാക്കി തിരുവനന്തപുരത്തെ മത്സരത്തെ മാറ്റിയിരിക്കുന്നു എന്ന് പറയാം.